ഹായ്, ഒരു കഥ പറയാം. 1938 ബ്രിട്ടീഷ് നോവലിസ്റ്റും പ്ലേറൈറ്റുമായ പാട്രിക് ഹാമിൽട്ടൺ എഴുതിയ ഗ്യാസ് ലൈറ്റ് എന്ന ത്രില്ലർ നാടകത്തിന്റെ കഥ. 80s മഞ്ഞുമൂടിയ ലണ്ടൻ, ജാക്ക് മാനിങ്ഹാമിന്റെയും വൈഫ് ബെല്ലയുടെയും അപ്പർ മിഡിൽ ക്ലാസ് വീടാണ് പശ്ചാത്തലം. ലൈറ്റ് ആഫ്റ്റർനൂൺ ആണ് സമയം. ഹാമിൽട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിഫോർ ദ ഫീബിൾ ഡോൺ ഓഫ് ഗ്യാസ് ലൈറ്റ് ആൻഡ് ടീ. ജാക്കിന്റെ സ്വഭാവം കാരണം വല്ലാതെ അസ്വസ്ഥയാണ് ബെല്ല. ജാക്ക് ഈസ് ആൻ ഓവർബിയറിംഗ് ഹസ്ബൻഡ്. സെർവൻസുമായിട്ട് ഫ്ലർട്ട് ചെയ്യുക, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനാവുക, ഇതെല്ലാം ബെല്ലയുടെ ആൻസൈറ്റി വർദ്ധിപ്പിച്ചു. ജാക്കിന് ബെല്ലയിൽ നിന്നും ഒരു രഹസ്യം ഒളിപ്പിക്കണമായിരുന്നു. അതിനായി അയാൾ ബെല്ലയോട് അവൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവളുടെ തോന്നൽ മാത്രമാണെന്ന് അയാൾ വിശ്വസിപ്പിച്ചു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമ്പോഴേക്കും അവിടെയുള്ള ഗ്യാസ് ലൈറ്റ് ഡിമ്മാവും. അയാൾ പോകുന്നത് തൊട്ടു മുകളിലെ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടുത്തെ ഗ്യാസ് ലൈറ്റ് ഓൺ ആവുമ്പോഴാണ് താഴെയുള്ള ലൈറ്റ് ഡിമ്മാവുന്നത്. ബെല്ല ഈ ഗ്യാസ് ലൈറ്റിന്റെ കാര്യം പറയുമ്പോഴെല്ലാം ജാക്ക് അത് വിസമ്മതിക്കും. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും എല്ലാം ബെല്ലയുടെ തോന്നല് മാത്രമാണെന്നും അവൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും ആവർത്തിക്കും. ഇത് സ്ഥിരമാവുമ്പോൾ ബെല്ലയ്ക്കും തോന്നും തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഒടുവിൽ റഫ് എന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ വരവോടുകൂടി ബെല്ലയ്ക്ക് യാഥാർത്ഥ്യമെല്ലാം മനസ്സിലാവും. ജാക്ക് തന്റെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയായിരുന്നുവെന്നും ആലീസ് ബാർലോ എന്ന ധനികയായ കൊല്ലപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ വെൽത്ത് തേടിയാണ് അവർ അങ്ങോട്ടേക്ക് താമസം മാറിയതെന്ന് ബെല്ല മനസ്സിലാക്കും. ജാക്കിനെ പിന്നീട് ബെല്ലയുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് കഥ. 1944 സ്ട്രേഞ്ച് ഡ്രാമ ഓഫ് എ ക്യാപ്റ്റീവ് സ്വീറ്റ് ഹാർട്ട് എന്ന ടാഗ് ലൈനോടുകൂടി ഗ്യാസ് ലൈറ്റ് എന്ന പേരിൽ തന്നെ ഇത് ചലച്ചിത്രമായിട്ടുണ്ട്. സൈക്കോളജിക്കലി ഒരു നാർസിസിസ്റ്റ് തന്റെ വിക്ടിമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ടൂളാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഡു യു നോ ഹൗ? Follow the Healing Scholar to know more about narcissistic personality disorder.